ശ്രീ നിറംകൈതക്കോട്ട ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇവിടെ മേക്കോട്ട ഭഗവതി തൻ്റെ അനുജത്തിയെ കാണാൻ വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ഐതിഹ്യപ്രകാരം മേക്കോട്ട ഭഗവതി തൻ്റെ അനുജത്തിയെ കണ്ട് മടങ്ങുന്ന സമയത്ത് വിതുമ്പുകയും അതൊരു മഴയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് ഇവിടുത്തെ വളരെയധികം അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി 3 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു താലത്തിൽ നിന്ന് അരിയും മഞ്ഞൾപ്പൊടിയും വാരി എറിഞ്ഞതിന് ശേഷം ഈ താലമെടുത്ത സ്ത്രീകൾ ശ്രീ മേക്കോട്ട ഭഗവതിയുടെ അടുത്ത് വരെ ഓടുകയാണ് പതിവ്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ സുപ്രസിദ്ധ നെറുംകൈതക്കോട്ട മേക്കോട്ട ക്ഷേത്രം ഭാരതത്തിലെ തന്നെ ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു മുഖ്യ സ്ഥാനം വഹിക്കുന്നതാണ്. മേക്കോട്ടയിലെ അമ്മ ഭഗവതിയും താഴെ ശ്രീധർമ്മശാസ്താവിൻ്റെ സ്വയംഭൂ ക്ഷേത്രവും അപൂർവങ്ങളിലൊന്നാണ്. 1000 വർഷത്തിലധികം പഴമയും പെരുമയുമുള്ള പരപ്പനാട് രാജ്യത്തിൻ്റെ ആദ്യകാല ആസ്ഥാനമാണ് ഈ ക്ഷേത്രം. കൊട്ടാരം നാമാവശേഷമായെങ്കിലും രാജ്യത്തിൻ്റെ പരദേവതാ സ്ഥാനങ്ങളായ ക്ഷേത്രങ്ങൾ കാലത്തെ അതിജീവിച്ചു. പണ്ടുകാലത്ത് പരപ്പനാട് രാജ്യത്തെ കുടുംബാംഗങ്ങൾ താമസിക്കുകയും സൈനികർ പരിശീലിക്കുകയും ശത്രുക്കളെ നിരീക്ഷിക്കുകയും ചെയ്ത ഒരു സ്ഥലമായിരുന്നു അത്രേ ഈ കോട്ട. പിന്നീട് ദേവീ സാന്നിധ്യം ഉണ്ടായതിനാൽ ഇവിടം ആരാധനയ്ക്കായി മാറ്റിവെക്കുകയും രാജകുടുംബാംഗങ്ങൾ മാറി താമസിക്കുകയും ചെയ്തു. ഈ പടികൾ കയറി നേരെ ചെന്നെത്തുന്നത് ശ്രീധർമ്മശാസ്താവ് അഥവാ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. ഇവിടുത്തെ അയ്യപ്പൻ്റെ ക്ഷേത്രം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പഴയ തറവാട് ഒരു ക്ഷേത്രമാക്കിയതുപോലെയുണ്ട്. മുഖ്യ പ്രതിഷ്ഠ അയ്യപ്പനാണെങ്കിലും ശിവൻ്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. ശ്രീരാമൻ്റെ ഒരു സാന്നിധ്യമുണ്ട് അത്രയും ഇവിടെ. അതിൻ്റെ ഒരു മുഖ്യ ഉദാഹരണമാണ് ഇവിടുത്തെ കുരങ്ങന്മാരുടെ ഒരു കൂട്ടം. പരപ്പനാട് രാജവംശം 4 താവഴകളായി പിരിഞ്ഞിരുന്നു. പരപ്പനാട് കോവിലകത്തിന് പുറമെ ബേപ്പൂർ കരിപ്പ കോവിലകം, കറുത്തനാട് കോവിലകം, തട്ടാരി കോവിലകം എന്നിവയാണ് 4 താവഴികൾ. ഇതിൽ കറുത്തനാട് കോവിലകം കുറുമ്പ്ര നാട്ടിലേക്കാണ് പോയത്. ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കുറുമ്പ്ര നാട്ടിലെത്തിയ കറുത്തനാട് കോവിലകത്തെ ഒരു രാജകുടുംബം അയ്യപ്പനെ ഉപാസനാമൂർത്തിയായി ആരാധിച്ചിരുന്നു. അങ്ങനെയിരിക്കെ സ്വാമി അയ്യപ്പന് പരപ്പനാട് രാജവംശത്തിൻ്റെ മൂലസ്ഥാനമായ മേക്കോട്ട കാണാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അയ്യപ്പനും ആ കുടുംബാംഗവും ബാലുശ്ശേരി കോട്ട വഴി നെറുംകൈതക്കോട്ടയിൽ എത്തിയെന്നും പിന്നീട് അയ്യപ്പൻ ഇവിടെ തന്നെ സ്ഥിരപ്രതിഷ്ഠയായെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം. അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടു പിറകിലായിട്ട് കുറച്ച് പടികൾ കാണാം. ആ പടികൾ കയറി നിങ്ങൾക്ക് മേക്കോട്ട ഭഗവതിയുടെ അടുത്ത് വരെ എത്താം. അതല്ലെങ്കിൽ വാഹനങ്ങൾ എത്തിപ്പെടാൻ പറ്റിയ വേറൊരു വഴി കൂടെ ഇവിടെയുണ്ട്. ആ വഴി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മേക്കോട്ട ഭഗവതിയുടെ തൊട്ടടുത്ത പാർക്കിംഗ് വരെ എത്താൻ പറ്റും. ഇന്നത്തെ ദിവസം ഉത്സവമായതുകൊണ്ടാണ് ഇത്ര തിരക്ക് ഇവിടെ കാണപ്പെടുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു പോകാവുന്നതാണ്. പരപ്പനാട് രാജ്യത്തെ ആസ്ഥാനത്ത് ഈ മേക്കോട്ട ഭഗവതി എത്തിയതിന് ഒരു കഥയുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കേരളവർമ്മ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ ഈ പരപ്പനാട് രാജ്യത്ത്. വിദ്യാഭ്യാസവും അഭ്യാസവും ഒക്കെ പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് ഉപാസിക്കാനായിട്ടൊരു ഉപാസനാമൂർത്തിയെ വേണമെന്ന ആഗ്രഹം തോന്നി. അങ്ങനെ ദേശാടനം ചെയ്ത അവസാനം മൂകാംബിക ക്ഷേത്രത്തിലെത്തി. അവിടെ ഭജനയ്ക്കിരുന്നപ്പോഴോ സാക്ഷാൽ മൂകാംബിക ദേവി പ്രത്യക്ഷപ്പെട്ടു. സൗമ്യഭാവമാണത്ര ദേവിക്ക്. പക്ഷേ ഈ ഭാവം രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ദേവിക്കും മനസ്സിലായി. നീ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ ഇല്ലെന്നും പുഴ കടന്നു പോയാൽ കാണാമെന്നും ദേവി ഉപദേശിച്ചു. അങ്ങനെ കേരളവർമ്മ മടങ്ങി മലകളും പുഴകളും കടന്ന് വളപ്പട്ടണം കളരിവാതിൽക്കൽ ദേശത്തിലെത്തി. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലാണ് വളപ്പട്ടണം കളരിവാതിൽക്കൽ എന്ന ദേശമുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു പുഴക്കടവിലെത്തി.
പുഴ കടക്കാൻ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ മലക്കം മറിഞ്ഞു പോകാനുള്ള ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു പാലം കണ്ടു. ആ പാലത്തിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് പാലം കുലുങ്ങുകയും എന്തോ ഒരു പന്തികേട് തോന്നി അദ്ദേഹം മലക്കം മറിഞ്ഞ് അപ്പുറത്തെ കരയിലും എത്തി. പെട്ടെന്നാണ് ദാരികനെ വധിച്ച രൗദ്രഭാവത്തിൽ അഷ്ടഭുജങ്ങളുമായി കളരിക്കൽ ദേവി പ്രത്യക്ഷപ്പെടുന്നത്. താൻ ആഗ്രഹിച്ച ഉപാസനാമൂർത്തി ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ദേവിയോട് തൻ്റെ കൂടെ നാട്ടിലേക്ക് പോരുമോ എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ ദേവി വരാമെന്ന് സമ്മതിക്കുകയും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാനും കൽപ്പിച്ചു. അങ്ങനെ കേരളവർമ്മ തിരിച്ച് വള്ളിക്കുന്നിലെ മേക്കോട്ടയിൽ എത്തിയപ്പോൾ അവിടെ പടിഞ്ഞാറ്റകത്ത് ദേവീ സാന്നിധ്യം കണ്ടതോടെ ഇവിടെ ഒരു ആരാധനാ സ്ഥലമാക്കി മാറ്റുകയും പിന്നീട് അവിടെയുള്ള ആൾക്കാരെയെല്ലാം മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. താലപ്പൊലി തറയിൽ വെച്ചാണ് താലപ്പൊലി മഹോത്സവം ആരംഭിക്കുന്നത്. താലപ്പൊലി തറ എന്ന് പറഞ്ഞാൽ വളരെ പൂർവികമായിട്ടുള്ള ഒരു നായർ കുടുംബത്തിൻ്റെ കളരി ദേവതയുടെ ആസ്ഥാനമാണ്. മേക്കോട്ടയിലെ അമ്മയും പരിവാരങ്ങളും തേക്കിൽ തേവരെ കാണാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴി ക്ഷീണം മാറ്റാനായിട്ട് ഇവിടെ ഈ തറയിൽ ഇരുന്നെന്നാണ് പുരാണത്തിൽ പറയുന്നത്. തേക്കിൽ തേവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 5 ദേശങ്ങളുടെയും പരാശക്തിയായ ശിവഭഗവാനാണ്. അങ്ങനെ ദേവിയുടെയും കൂടെ വന്നവരുടെയും ക്ഷീണം മാറ്റാനായി ഇളന്നി കൊടുക്കും. അങ്ങനെ ദേവിയുടെ ഏറ്റവും താഴെയുള്ള അനുജത്തിക്ക് കിട്ടിയതോ പൊട്ടിയ ഇളന്നിയായിരുന്നു. അങ്ങനെ പൊട്ടിയ ഇളന്നി കഴിച്ച അനുജത്തി അശുദ്ധിയാവും, കാരണം പൊട്ടിയ ഇളന്നി കഴിച്ചല്ലോ. അപ്പോൾ ദേവി പറയും അനുജത്തിനോട്, അനിയത്തി ഇവിടെ ഇരുന്നോളൂ, വർഷത്തിലൊരിക്കൽ നിന്നെ കാണാൻ ഞാൻ വന്നോളാമെന്ന്. ഇങ്ങനെയാണ് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഐതിഹ്യം. അങ്ങനെ അവസാന ഘട്ടം ഈ താലമെടുത്ത സ്ത്രീകൾ മേക്കോട്ട ഭഗവതിയുടെ ചുറ്റും 7 പ്രാവശ്യം വലം വെച്ച് ഈ താലപ്പൊലി മഹോത്സവം സമാപിക്കും. സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് ഏകദേശം 50 മിനിറ്റായി. ഇപ്പോൾ നടക്കുന്നത് ആൽത്തറ മേളമാണ്. ഇത് കഴിഞ്ഞ് 5 മണിക്ക് ഉടൻ തന്നെ ഗുരുതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനായിട്ടായിരുന്നു ഞങ്ങൾ ഈ സമയത്ത് വന്നത്. ഉച്ചയ്ക്കായിരുന്നെങ്കിലും ആൽത്തറ മേളത്തിന് അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 5 മണി ആയതോടെ ഗുരുതിക്കുള്ള ആളെത്തി. അമ്പോ, ഭയങ്കര തിരക്കായിരുന്നു. ഈ ജനത്തിരക്കിൻ്റെ ഇടയിൽ തന്നെ കാഴ്ചശീവേലിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ഈ ജനത്തിരക്കിനിടയിലൂടെ നമ്മുടെ ഗജവീരൻ നമ്മുടെ ദേവിയെ വലം വയ്ക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ഉത്സവത്തിൻ്റെ അന്നുള്ള ഈ ഗുരുതിയുടെ പേര് മഹാഗുരുതി എന്നാണ്. ഇതൊരു പ്രധാന പൂജയാണ് ഇവിടുത്തെ, പ്രത്യേകിച്ച് ഉത്സവത്തിൻ്റെ അന്ന്. കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ ഈ മഹാഗുരുതി. ഈ മഹാഗുരുതിയുടെ ബുക്കിംഗ് ആണ് കഠിനം. ഞങ്ങളിവിടുത്തെ ഓഫീസിൽ ഇതിൻ്റെ ബുക്കിങ്ങിനായിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുക ഇനി 4ാമത്തെ കൊല്ലമേ ഗുരുതിയുടെ ബുക്കിംഗ് ഉള്ളൂ എന്ന്. അതായത് ഇനി 3 വർഷം കഴിഞ്ഞിട്ടേ ബുക്കിംഗ് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം കൊല്ലത്തിൽ ഒരിക്കലേ ഗുരുതി ഉള്ളൂ, അതുകൊണ്ട് തന്നെ. പിന്നീട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കഴിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ ഗുരുതി വഴിപാടുണ്ട്, അത് എല്ലാ മാസത്തിലും ഒരിക്കലുണ്ടാവും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസം തിരഞ്ഞെടുത്ത് കഴിപ്പിക്കാവുന്നതാണെന്ന് പറഞ്ഞു. ഈ മഹാഗുരുതിക്ക് കാണുന്ന ഈ ജനത്തിരക്കിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ മഹാഗുരുതിക്ക് ശേഷം ചെറിയ രീതിയിലൊരു വെടിക്കെട്ടുണ്ടാവും. സാമ്പിൾ വെടിക്കെട്ട് എന്ന പോലെ ഒരു ചെറിയ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ജനത്തിരക്ക് ഇവിടെ കാണപ്പെടുന്നത്. ഈ ഗുരുതിക്ക് കാണിക്കുന്ന കഥ എന്താണെന്ന് കണ്ടു നിന്ന പലവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ദാരികാവധമാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ദാരികനായ അസുരനെ ഭദ്രകാളി ദേവി വധിക്കുന്ന കഥ. പക്ഷേ അവസാന നിമിഷം ഈ വെളിച്ചപ്പാടി ഗുരുതിയുടെ വെള്ളം എടുത്ത് തെറിപ്പിക്കുന്നത് ഒരു ചോരയായിട്ടാണ് സങ്കല്പിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഈ പൂജ കഴിയുമ്പോൾ പല ആൾക്കാർ ഈ ചോര എടുത്ത് നെറ്റി തൊടുന്നുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ആർക്കും അറിയില്ല. അറിയുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നീണ്ട ശീവേലിയും കഴിഞ്ഞ് ഗുരുതിയും കഴിഞ്ഞ് വെടിക്കെട്ടിനുള്ള സമയമായി. പക്ഷേ ഗംഭീര വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് താലപ്പൊലി മഹോത്സവം കഴിഞ്ഞ് പുലർച്ചെയാണ് കേട്ടോ.
കാഴ്ച കണ്ടോ നിങ്ങൾ? ഇതെന്താണെന്നറിയോ? ഇത് മേക്കോട്ട ഭഗവതി താഴെ തൻ്റെ അനുജത്തിയെ കാണാൻ പോയിട്ട് തിരിച്ച് മേക്കോട്ടയിലേക്ക് വരുന്ന വരവാണിത്. ആ വരവേൽപ്പാണിത്. ഇതിന് കുറച്ച് മുന്നേ ആയിട്ട് താലമെടുത്ത എല്ലാ സ്ത്രീകളും തിരിച്ച് മേക്കോട്ടെ തന്നെ എത്തിയിരുന്നു. ഏതൊരു അമ്പലം എടുത്തു നോക്കിയാലും അന്നത്തെ ദിവസം ഉത്സവത്തിൻ്റെ അന്ന് ഇന്നിവിടെ ഉത്സവമാണെന്ന് കൊട്ടിഘോഷിച്ച് പറയുന്ന ആൾക്കാരാണ് ചെണ്ടമേളക്കാർ. ഇവരുടെ ഒരു കൊട്ടി കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്. അതേപോലെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് ഇവിടുത്തെ ശിങ്കാരി മേളക്കാർ. ഭയങ്കര എനർജി ആയിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് രാത്രി 2 മണിക്കാണ് ഈ കിടന്ന് കൊട്ടുന്നവർ.